Hi all, last day we have studied about what are the different techniques for IO transactions. അല്ലേ ഏതൊക്കെയായിരുന്നു? പ്രോഗ്രാംഡ് IO, ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IO ആൻഡ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അല്ലെങ്കിൽ DMA. സോ അതിൽ തന്നെ പ്രോഗ്രാംഡ് IO എന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് വരുന്നത് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IOയെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ഇൻറ്ററപ്റ്റ്. ഇൻറ്ററപ്റ്റിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഇതിനകത്തുള്ളത്. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കറണ്ട് വർക്കിംഗ് ഓഫ് പ്രോസസ്സറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് ഇൻറ്ററപ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു ഡിവൈസിന് പ്രോസസ്സറിന്റെ സർവീസ് ആവശ്യമാണെങ്കിൽ അതൊരു സിഗ്നലിലൂടെ പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യിക്കും. ഓക്കെ, അപ്പോൾ പ്രോസസ്സറിന് ഈ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ കറണ്ട്ലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ സിഗ്നലിനെ ചെക്ക് ചെയ്യും. സിഗ്നൽ ചെക്ക് ചെയ്തിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീൻ, ഇൻറ്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീൻ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇൻറ്ററപ്റ്റിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഗ്രാംഡ് IOക്കകത്തുള്ള ഒരു ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ ഒരു കമാൻഡ് IO മോഡ്യൂളിന് കൊടുത്തതിന് ശേഷം പ്രോസസ്സർ എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. IO മോഡ്യൂള് ആ വർക്കിംഗ് അല്ലെങ്കിൽ ആ കമാൻഡിന്റെ വർക്കിംഗ് ഫുൾ കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രോസസ്സർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്. വേറൊന്നും ചെയ്യാതെ തന്നെ IO മോഡ്യൂളിന്റെ ഈ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആകുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇതായിരുന്നു പ്രോഗ്രാംഡ് IO. ഇവിടെ നമ്മൾ നേരെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് ആ പ്രോസസ്സറിന്റെ വെയിറ്റിംഗ് നമ്മൾ കളയുവാണ്. അതിന് വേണ്ടിയിട്ട് ഇറ്റ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IO ലൈക്ക് ഡു നോട്ട് വെയിറ്റ് ഫോർ IO മോഡ്യൂൾ. IO മോഡ്യൂളിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യത്തില്ല. ഇൻസ്റ്റെഡ് കണ്ടിന്യൂ പ്രോസസ്സിംഗ് അതർ ടാസ്ക്. ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം പ്രോസസ്സറിന് ചെയ്യാൻ പറ്റുന്ന പ്രോസസ്സറിന്റെ ബാക്കിയുള്ള റിമൈനിങ് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആ ടാസ്ക് പെർഫോം ചെയ്യും. അതിനുശേഷം എപ്പോഴാണോ IO മോഡ്യൂള് കംപ്ലീറ്റ് ആകുന്നത് അപ്പോഴത്തേക്കും പ്രോസസ്സറിന് അത് നോട്ടിഫൈഡ് ആകണം. ഇതാണ് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IOയുടെ കൺസെപ്റ്റ്. അപ്പോൾ IO മോഡ്യൂളിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ല, അതെന്ത് ചെയ്യും? കണ്ടിന്യൂ പ്രോസസ്സിങ് അതർ ടാസ്ക് അത് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് IO മോഡ്യൂൾ കംപ്ലീറ്റ് ആകുകയും IO മോഡ്യൂൾ കംപ്ലീറ്റ് ആകുന്ന സമയത്ത് പ്രോസസ്സറിനെ നോട്ടിഫൈ ചെയ്യുകയും ചെയ്യണം. ഇതാണ് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IO. ഓക്കെ, അപ്പോൾ അത് സ്റ്റെപ്സ് ആയിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ആസ്ക് ഫോർ സംതിങ് ഫ്രം ദ IO മോഡ്യൂൾ. IO മോഡ്യൂളിൽ നിന്നും ഒരു റീഡോ റൈറ്റോ കൺട്രോളോ ടെസ്റ്റോ എന്തോ ആയിക്കൊള്ളട്ടെ, എന്താണോ IO മോഡ്യൂളിനെ കൊണ്ട് ചെയ്യിക്കേണ്ടത് അതിന് വേണ്ടിയുള്ള കമാൻഡ് പ്രോസസ്സർ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ കണ്ടിന്യൂ പ്രോസസ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദ IO മോഡ്യൂൾ. IO മോഡ്യൂൾ കംപ്ലീറ്റ് ആകുന്നത് വരെ പ്രോസസ്സർ വെയിറ്റ് ചെയ്യാതെ അതിന്റെ അതർ പ്രോസസ്സിംഗ് കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ട് ബി ഇൻറ്ററപ്റ്റഡ് വെൻ ദ IO മോഡ്യൂൾ ഹാസ് സംതിങ് റെഡി. IO മോഡ്യൂൾ കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും പ്രോസസ്സറിനെ IO മോഡ്യൂൾ ഒരു ഇൻറ്ററപ്റ്റിന്റെ സഹായത്തോടു കൂടി അറിയിക്കുന്നു കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IOയുടെ കൺസെപ്റ്റ്. അപ്പം നമുക്ക് IO മോഡ്യൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും പ്രോസസ്സറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും എന്തൊക്കെയാണ് നടക്കുന്ന സ്റ്റെപ്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ IO മോഡ്യൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ IO മോഡ്യൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് ഈ ഒരു IO ട്രാൻസാക്ഷൻ നടക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു വർക്കിംഗ് പറഞ്ഞപ്പോൾ തന്നെ IO മോഡ്യൂളിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി കാണും. എന്തായിരിക്കും? പ്രോസസ്സറിൽ നിന്നും ഒരു കമാൻഡ് കിട്ടുന്നത് വരെ IO മോഡ്യൂൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി എന്തെങ്കിലും ഒരു കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്ക് റീഡോ റൈറ്റോ ഏതെങ്കിലും ഒരു കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോസസ്സർ ആ കറസ്പോണ്ടിങ് പെരിഫറൽസുമായിട്ട് എന്ത് ചെയ്യും? ആ പെരിഫറൽസ് റെഡി ആണെങ്കിൽ ട്രാൻസാക്ഷൻസ് നടത്തി, റീഡ് ആണെങ്കിൽ പെരിഫറലിൽ നിന്നും ഡേറ്റ എടുത്ത് IO മോഡ്യൂളിൽ വെക്കും, റൈറ്റ് ആണെങ്കിൽ IO മോഡ്യൂളിലുള്ള ഡേറ്റ പെരിഫറലിന് കൊടുക്കുന്നു. ഈ ചെയ്തതിന് ശേഷം റീഡോ റൈറ്റോ ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ആയി എന്ന് അറിയിക്കുന്ന ഒരു സിഗ്നല് കൺട്രോൾ സിഗ്നലിലൂടെ ഒരു കൺട്രോൾ ലൈനിലൂടെ IO മോഡ്യൂള് പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യിക്കും. അതായത് പ്രോസസ്സറിന് അതൊരു ഇൻറ്ററപ്റ്റ് ആയിട്ടായിരിക്കും ആ സിഗ്നല് ഗെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ IO മോഡ്യൂൾ IO മോഡ്യൂൾ വെയിറ്റ്സ് ഫോർ ദ പ്രോസസ്സർ ടു റിക്വസ്റ്റ് ഡേറ്റ. എന്തെങ്കിലും സംതിങ് സർവീസിന് വേണ്ടിയിട്ട് പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് IO മോഡ്യൂൾ വെയിറ്റ് ചെയ്യും. പ്രോസസ്സറിന്റെ കമാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് IO മോഡ്യൂൾ വെയിറ്റ് ചെയ്യും. വെൻ എ റിക്വസ്റ്റ് മെയ്ഡ് ആയി കഴിഞ്ഞാൽ വെൻ പോസിബിൾ, അതായത് വേറെ ഏതെങ്കിലും IO ഓപ്പറേഷൻ ചെയ്യുവാണെങ്കിൽ അപ്പോഴും തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എപ്പോഴാണോ പോസിബിൾ ആകുന്നത് ദാറ്റ് മോഡ്യൂൾ ഇന്ററാക്ട്സ് വിത്ത് ദ പെരിഫറലുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് അതിന്റെ ഡേറ്റ കംപ്ലീറ്റ് ആയതിനു ശേഷം ഒന്നുകിൽ എന്തായിരിക്കും? റീഡ് ആണെങ്കിൽ റീഡ് റിക്വസ്റ്റ് ഓഫ് ഡേറ്റ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ റീഡ് ഓപ്പറേഷൻ ആണ് ആ
ഡേറ്റ വന്ന് ബഫറിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യും? IO മോഡ്യൂളിനകത്തുള്ള ഡേറ്റാബേസിനകത്ത് പ്ലേസ് ചെയ്തതിന് ശേഷം ആൻ ഇൻറ്ററപ്റ്റ് സിഗ്നൽ ഈസ് സെൻഡ് ടു ദ പ്രോസസർ ഓവർ എ കൺട്രോൾ ലൈൻ. ഒരു കൺട്രോൾ ലൈനിലൂടെ ഡേറ്റ അവൈലബിൾ ആണെന്നുള്ള ഒരു സിഗ്നല് ആരെ അറിയിക്കും? ഒരു ഇൻറ്ററപ്റ്റ് പ്രോസസറിനെ ഇൻഫോം ചെയ്യിക്കും. എന്നിട്ട് മോഡ്യൂൾ ബിക്കംസ് അവൈലബിൾ ഫോർ അനദർ IO ഓപ്പറേഷൻ. അടുത്ത IO ഓപ്പറേഷന് വേണ്ടിയിട്ട് മോഡ്യൂള് അവൈലബിൾ ആവുകയും ചെയ്യും. അപ്പോൾ ഇത്രയുമാണ് IO മോഡ്യൂളിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. IO മോഡ്യൂള് പ്രോസസറിൽ നിന്നും ഒരു കമാൻഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഒരു കമാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്താണോ കമാൻഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓപ്പറേഷൻ, ആ ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം ഒരു ഇന്ററപ്റ്റ് സിഗ്നൽ പ്രോസസറിന് ഒരു കൺട്രോൾ ലൈനിലൂടെ അറിയിക്കുന്നു കംപ്ലീറ്റ് ആയി എന്നുള്ളത്. ദെൻ മോഡ്യൂള് ഫ്രീ ആയി. ഓക്കെ, ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ പ്രോസസർ എന്തായിരിക്കും? പ്രോസസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എങ്ങനെ പറയാം? പ്രോസസറിന് എപ്പോഴാണോ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു സർവീസ് IO മോഡ്യൂളിൽ നിന്നും ആവശ്യമാകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കമാൻഡ് ഇഷ്യൂ ചെയ്യുന്നു. സോ ഇവിടെ റീഡ് കമാൻഡിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറയുന്നത്. ഒരു റീഡ് കമാൻഡ് ഇഷ്യൂ ചെയ്തതിന് ശേഷം പ്രോസസർ എന്ത് ചെയ്യും? ഗോസ് ടു ഡു സംതിങ് എൽസ്. പ്രോസസറിന്റെ ബാക്കി എന്തെങ്കിലും ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ടാസ്ക്, ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം പ്രോസസർ ചെക്സ് ഫോർ ഇന്ററപ്റ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. സോ ഇന്ററപ്റ്റിന്റെ കൺസെപ്റ്റ് തന്നെ അതാണ്. പ്രോസസർ ഒരു പ്രോഗ്രാമിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഓരോ ഇൻസ്ട്രക്ഷനും കംപ്ലീറ്റ് ആകുമ്പം ഇന്ററപ്റ്റ്സ് വല്ലതും ഉണ്ടോ എന്ന് നോക്കും. ഇന്ററപ്റ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്യും. സോ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. പ്രോസസർ എന്ത് ചെയ്യും? ചെക്സ് ഫോർ ഇന്ററപ്റ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഓരോ ഇൻസ്ട്രക്ഷന്റെയും എൻഡിൽ ഇന്ററപ്റ്റ്സ് വല്ലതും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. ഉണ്ടെന്നുണ്ടെങ്കിൽ when the interrupt from the IO module occurs, ഒരു ഇന്ററപ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ IO മോഡ്യൂളിന്റെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രോസസർ സം പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനെയാണ് പ്രോഗ്രാം കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ ഡീറ്റെയിൽസ്, അതിന്റെ സ്റ്റാറ്റസ് എന്താണ്, ആ പ്രോഗ്രാമിനകത്തുള്ള നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ഏതാണ്, അതെല്ലാം പ്രോഗ്രാം കൗണ്ടറിൽ കാണും. സോ ആ ഡീറ്റെയിൽസ് എല്ലാം സേവ് ചെയ്യുന്നു. അപ്പൊ അതെല്ലാം കൂടെയാണ് ഈ ഒരൊറ്റ സ്റ്റെപ്പിലൂടെ പറയുന്നത്. പ്രോസസർ സേവ്സ് പ്രോഗ്രാം കോണ്ടെക്സ്റ്റ്. ആ പ്രോഗ്രാമിന്റെ കോണ്ടെക്സ്റ്റ് അങ്ങ് സേവ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് പ്രോസസർ പ്രൊസീഡ്സ് ടു റീഡ് ഡേറ്റ ഫ്രം ദ IO മോഡ്യൂൾ. അതായത് IO മോഡ്യൂൾ കംപ്ലീറ്റ് ആയെന്നുള്ള ഇന്ററപ്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ. സോ IO മോഡ്യൂളിൽ വെച്ചിരിക്കുന്ന ഡേറ്റ ലൈൻസിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ പ്രോസസർ റീഡ് ചെയ്ത് എവിടെ വെക്കും? മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്യും. അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീൻ കഴിഞ്ഞു. ഏതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള? IO മോഡ്യൂളിൽ നിന്നും വന്നിരിക്കുന്ന ഇന്ററപ്റ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർവീസ് റൂട്ടീനാണ് IO മോഡ്യൂളിനകത്തിരിക്കുന്ന ഡേറ്റ എടുക്കുകയും അതിനെ എടുത്ത് മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്യുകയും ചെയ്യുക. ആ സെറ്റ് സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആര് ചെയ്യും? പ്രോസസർ ചെയ്തു. പ്രോസസർ ചെയ്തതിന് ശേഷം ഇനി എന്ത് ചെയ്യണം? പ്രോസസർ നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം അല്ലേ. സോ അതിന് വേണ്ടിയിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ പ്രോസസർ ദെൻ റീസ്റ്റോർസ് ദ പ്രീവിയസ് പ്രോഗ്രാം കോണ്ടെക്സ്റ്റ്. നേരത്തെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഒരു സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് റീസ്റ്റോർ ചെയ്തെടുക്കും. അത് തിരിച്ചെടുത്തിട്ട് അവിടെ മുതൽ അതിന്റെ എക്സിക്യൂഷൻ എന്ത് ചെയ്യാൻ തുടങ്ങും? റെസ്യൂം ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അവിടെ മുതൽ റെസ്യൂംസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രീവിയസ് പ്രോഗ്രാമിന്റെ ആ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ പ്രോസസർ. അപ്പൊ ഇങ്ങനെയാണ് ഇന്ററപ്റ്റ് ഡ്രിവൺ IOക്കകത്ത് IO ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഫ്ലോ ചാർട്ടിന്റെ സഹായത്തോടെ നമ്മൾ ഈ പറഞ്ഞ സ്റ്റാറ്റസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കിക്കേ, ഇഷ്യൂ റീഡ് കമാൻഡ് ടു IO മോഡ്യൂൾ. അപ്പൊ റീഡ് കമാൻഡിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്, റീഡ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളത്. സോ ആ റീഡ് കമാൻഡ് CPU IO മോഡ്യൂളിന് ഇഷ്യൂ ചെയ്യും. CPU ടു IO മോഡ്യൂൾ. ദെൻ ഡു സംതിങ് എൽസ്. എന്നിട്ട് പ്രോസസർ എന്ത് ചെയ്യും? സം അതർ ഡ്യൂട്ടീസ് ചെയ്യും. ഇനി എപ്പോഴാണോ അതിന്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആകുന്നത്, IO മോഡ്യൂളിന്റെ സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആകുമ്പം IO മോഡ്യൂൾ ആരെ ഇൻഫോം ചെയ്യിക്കും? CPUനെ ഇൻഫോം ചെയ്യിക്കും ത്രൂ ആൻ ഇന്ററപ്റ്റ്. ഒരു ഇന്ററപ്റ്റിലൂടെ IO മോഡ്യൂൾ CPUനെ ഇൻഫോം ചെയ്യിക്കും. ഓക്കെ, അപ്പൊ പ്രോസസർ എന്ത് ചെയ്യും? CPU അതിന്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് റെഡിയാണെന്ന് മനസ്സിലായാൽ IO മോഡ്യൂളിൽ നിന്നുള്ള ഡേറ്റ റീഡ് ചെയ്യുന്നു. റീഡ് വേർഡ് ഫ്രം IO മോഡ്യൂൾ. അതായത് സ്റ്റാറ്റസ് ഒക്കെ നോക്കിയപ്പോൾ മനസ്സിലായി, ഇന്ററപ്റ്റ് കിട്ടി. അപ്പോൾ ആ കറന്റ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഇന്ററപ്റ്റ് നോക്കി, ഇന്ററപ്റ്റ് വന്നെന്ന് മനസ്സിലായി. സ്റ്റാറ്റസ് നോക്കിയപ്പം IO മോഡ്യൂളിനകത്തുള്ള ഡേറ്റ റീഡ് ചെയ്തു. റീഡ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? മെമ്മറിക്കകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു. അപ്പൊ പ്രോസസറിന്റെ ഡേറ്റ ലൈൻസിൽ കിട്ടിക്കഴിഞ്ഞാൽ അതെവിടെ റൈറ്റ് ചെയ്തു? മെമ്മറിക്കകത്ത് റൈറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ
എന്തെന്ന് പറയുന്നത് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IOക്കകത്തുള്ള IO ട്രാൻസാക്ഷൻ നടക്കുന്നതിനുള്ള ഫ്ലോ ചാർട്ട്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു പെർഫോമൻസ് നമുക്ക് പറയുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, IO മോഡ്യൂളിന് വേണ്ടിയിട്ട് പ്രോസസ്സർ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇൻറ്ററപ്റ്റ് IO ഈസ് മോർ എഫിഷ്യൻറ്റ് ദാൻ പ്രോഗ്രാംഡ് IO. പ്രോഗ്രാംഡ് IOയെക്കാളിലും എഫിഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ എഫിഷ്യൻസി കൂടുതലാണ് ഇൻറ്ററപ്റ്റ് ഡ്രിവൺ IOക്കകത്ത്. ഓക്കെ.